السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. BA أفضل العلماء fourth semester History of Islamic and Umayyad Literature സുഹ്ബാൻ വായിലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സിയാദ് ബിൻ അബീഹിനെ പോലെ തന്നെ വളരെ പ്രസിദ്ധനായ ഒരു പ്രാസംഗികനാണ് സുഹ്ബാൻ വായിൽ. നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള പോയിന്റിലേക്ക് കടക്കാം. ഹുവ സുഹ്ബാൻ ബിനു സഫർ ബിനു ഇയാദ് മിൻ ബനി വായിൽ ബിനു റബിയ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് സുഹ്ബാൻ ബിനു സഫർ ബിനു ഇയാദ്. അദ്ദേഹത്തിന്റെ ഗോത്രം മിൻ ബനി വായിൽ ബിനു റബിയ. ബനു വായിൽ ഗോത്രക്കാരനായിട്ടുള്ള ആളാണ് സുഹ്ബാൻ വായിൽ. അങ്ങനെയാണ് അദ്ദേഹത്തിന് സുഹ്ബാൻ വായിൽ എന്ന പേര് ലഭിക്കുന്നത്. സുഹ്ബാൻ വാഹിലുൽ ബാഹിലി. അദ്ദേഹം അതുപോലെ തന്നെ സുഹ്ബാൻ വാഹിലുൽ ബാഹിലി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഉലിദ സുഹ്ബാൻ വായിൽ ഫിൽ ജാഹിലിയ. അദ്ദേഹം ജാഹിലി കാലഘട്ടത്തിലാണ് ജനിച്ചത്. എന്നാൽ അദ്ദേഹം പ്രസിദ്ധനാകുന്നതൊക്കെ ഇസ്ലാമി കാലഘട്ടത്തിന് ശേഷം ഉമവി കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. കാന സുഹ്ബാൻ വായിൽ ഖതീബൻ മുഖ്തദിറൻ ഫസീഹൻ ബലീഗൻ. കാന സുഹ്ബാൻ വായിലായിരുന്നു ഖതീബൻ മുഖ്തദിറൻ. അദ്ദേഹം കഴിവുറ്റ ഒരു പ്രാസംഗികനാണ്. ഫസീഹൻ വാചാലനാണ്. ബലീഗൻ അദ്ദേഹം വളരെ സാഹിത്യകാരനുമായ ഒരാളായിരുന്നു. യതകല്ലമു സഅാത്തിൻ തിവാലൻ ഫലാ യതറദ്ദദു വലാ യതലഹ്സമു വലാ യഫ്തറു. യതകല്ലമു സഅാത്തിൻ തിവാല. അദ്ദേഹം ദീർഘമായ സമയം അദ്ദേഹം സംസാരിക്കും. മണിക്കൂറുകളോളം അദ്ദേഹം സംസാരിക്കാറുണ്ട്. ഫലാ യതറദ്ദദു എന്നാൽ അതിലെന്തെയില്ല, അദ്ദേഹം ആവർത്തിക്കപ്പെടാറില്ല, പറഞ്ഞു തന്നെ വീണ്ടും പറയാറില്ല. വലാ യതലഹ്സമു അദ്ദേഹത്തിന് തൊണ്ടയിടറാറില്ല. വലാ യഫ്തറു അദ്ദേഹത്തിന് അതിൽ പതർച്ച വരാറില്ല. അദ്ദേഹം ഒരിക്കല് മുആവിയയുടെ അടുക്കലേക്ക് ഒരു യാത്രാ സംഘം വന്ന സമയത്ത് അവരുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് സുഹ്ബാൻ വായിലിനെ ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ സുഹ്ബാൻ വായില് ളുഹ്ർ മുതൽ അസ്ർ വരെ അദ്ദേഹം സംസാരിക്കുകയും ആ സംസാരത്തിനെ പറ്റി പറയുന്നത്, അദ്ദേഹം ആ സംസാരത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് പറയുകയോ അദ്ദേഹത്തിന് തൊണ്ട ഇടറുകയോ തൊണ്ട അങ്ങനെ അനക്കേണ്ട ആവശ്യം വരികയോ അല്ലെങ്കിൽ സംസാരം മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ പോലും വരാതെ ളുഹ്ർ മുതൽ അസ്ർ വരെ അദ്ദേഹം സംസാരിച്ചു എന്ന് അദ്ദേഹത്തിനെ പറ്റി പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ വഖദ് ലറബ ബിഹിൽ മസലു ഫിൽ ഖിതാബത്തി. പ്രസംഗത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പഴഞ്ചൊല്ല് പറയാറുണ്ട്. മസല് പറയാറുള്ളത് അദ്ദേഹത്തെ കുറിച്ചാണ്. സുഹ്ബാൻ വായിലിനെ പോലെ പ്രസംഗിക്കുന്ന ആൾ എന്ന് പറയാറുണ്ടായിരുന്നു. വസുമ്മിയ അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് പറയപ്പെട്ടു. ഖതീബുൽ അറബി. അറബികളുടെ പ്രാസംഗികൻ എന്ന പേര് വരെ അദ്ദേഹത്തിന് ലഭിച്ചു. ഇഷ്തഹറ സുഹ്ബാൻ ബിഖുത്ബതിഹി ഷൗഹാ ഇൻദ മുആവിയ. ഇഷ്തഹറ സുഹ്ബാൻ പ്രസിദ്ധനായി ബിഖുത്ബതിഹി ഷൗഹാ, അദ്ദേഹത്തിന്റെ ഷൗആ എന്ന് പറയുന്ന ഖുത്ബ കൊണ്ട് അദ്ദേഹം പ്രസിദ്ധനായി. ഇൻദ മുആവിയയുടെ അടുക്കൽ. സിയാദ് ബിൻ അബീഹിന് ഖുത്ബത്തുൽ ബത്റ ഉള്ളതുപോലെ ഇദ്ദേഹത്തിന്റെ ഖുത്ബ അറിയപ്പെടുന്നത് ഖുത്ബത്തുൽ ഷൗആ എന്ന പേരിലാണ്. വഫാത്ത് സുഹ്ബാൻ വായിലിന്റെ മരണം കാനത്ത് ഫി സന 54 ഹിജ്റ 54-ലാണ്. അതായത് 674-ലാണ് അദ്ദേഹം എന്ത് മരണപ്പെട്ടിട്ടുള്ളത്. വമിൻ ഖുത്ബിഹി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് പറയപ്പെടുന്ന ഒരു ഭാഗമാണ് ഇന്ന ദുന്യാ ദാറു ബലാഇൻ വൽ ആഖിറത്തു ദാറു ഖറാറിൻ അയ്യുഹന്നാസ് വഖുദൂ മിൻ ദാരി മമരിക്കും ലിദാരി മഖരിക്കും. ഇന്ന ദുന്യ തീർച്ചയായിട്ടും ദുന്യാവ് എന്ന് പറഞ്ഞാൽ ദാറു ബലാഇൻ അത് പരീക്ഷണങ്ങളുടെ ഒരു വീടാണ്. വൽ ആഖിറത്തു പരലോകം എന്ന് പറയുന്നത് ദാറു ഖറാറിൻ അതാണ് സ്ഥിരതയുള്ള ഒരു വീട്. അയ്യുഹന്നാസ്
ജനങ്ങളെ ഫഖുദൂ അതുകൊണ്ട് നിങ്ങൾ എടുക്കണം മിൻ ദാരി മമരിക്കും നിങ്ങൾ ഈ കടന്നു പോകുന്ന വീട്ടിൽ നിന്ന്, അതായത് സ്ഥിരതയില്ലാത്ത ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ എടുക്കണം. ലിദാരി മഖരിക്കും നിങ്ങളുടെ സ്ഥിരതയുള്ള വീട്ടിലേക്ക് വേണ്ടി നിങ്ങൾ അതിൽ നിന്ന് എടുക്കണം എന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഖുതുബയുടെ ഒരു ചെറിയ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.